താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ആംബുലൻസ്, ആശുപത്രി തുടങ്ങിയ അടിയന്തര സർവീസുകൾ മാത്രം കടത്തിവിടാനാണ് നിർദ്ദേശം. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ കൂടി നടപടികൾ ഏകോപിപ്പിക്കണമെന്ന് ടി സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണും കല്ലും മാറ്റി ഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണും പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് വീണതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പോലുള്ള അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ചുരത്തിലൂടെ കടത്തിവിടുന്നത്. ഇതോടെ വയനാട്ടിലേക്കുള്ള യാത്ര വീണ്ടും പ്രതിസന്ധിയിലായി. ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി 2 ദിവസം പിന്നിടുമ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടം നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വയനാടും കോഴിക്കോടും തമ്മിലുള്ള ജില്ലാ ഭരണകൂടം കൃത്യമായ ഒരു ഏകോപനം നടപ്പിലാക്കി ഇതിലൊരു ശാശ്വതമായ ഒരു പരിഹാരം എന്തായാലും അത്യാവശ്യമാണ്. നമുക്കറിയാം, വയനാട് പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. വേറെ ബദൽ മാർഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വയനാട്ടിനെ സംബന്ധിച്ചില്ല. കോഴിക്കോട് കളക്ടർ സ്ഥലം സന്ദർശിച്ചില്ലെന്നും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ ഏകോപിപ്പിച്ചില്ലെന്നും ടി സിദ്ദിഖ് MLA പറഞ്ഞു. കോഴിക്കോട് ജില്ലാ കളക്ടർ ഇതുവരെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. ഈ റോഡ് കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ് ഇപ്പോൾ. അതുകൊണ്ട് നിർബന്ധമായും കോഴിക്കോട് ജില്ലാ കളക്ടർ അടക്കം വന്ന് ഓണം ഫെസ്റ്റിവൽ തുടങ്ങിയല്ലോ, ഓണത്തിൻ്റെ വെക്കേഷൻ തുടങ്ങി, ആളുകളൊക്കെ വീട്ടിലേക്ക് വരികയാണ്. കുട്ടികൾ കോളേജുകളും ഹോസ്റ്റലുകളും പൂട്ടി അവർ വരികയാണ്. അവരൊക്കെ കുടുങ്ങി ലോക്കാവുന്ന സാഹചര്യമാണ്. അപ്പോൾ പിന്നെ ഇതുവഴി കോഴിക്കോട് ഭാഗത്തേക്കും മറ്റും പോകേണ്ട ആളുകളും അതും ബുദ്ധിമുട്ടാവും. എന്നാൽ ഡെപ്യൂട്ടി കളക്ടറും തഹസിൽദാറും ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചുവെന്നും ഉദ്യോഗസ്ഥർ കൃത്യമായ റിപ്പോർട്ട് നൽകുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. ഒരു വലിയ ലാൻഡ് സ്ലിപ്പ് അല്ല, അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ സോയിൽ കൺസർവേഷൻ നോക്കി, ജിയോളജിസ്റ്റ് നോക്കി, സെൻസിറ്റീവ് ഏരിയ ആണ്. പക്ഷെ അത് സന്ദർശിക്കേണ്ടി വരും. ഇപ്പോൾ മഴ കൂടുതൽ ശക്തമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ട്രാഫിക് ഉണ്ടെങ്കിൽ ഒരു അൺനെസസറി റിസ്ക് ആണ്. അതുകൊണ്ട് ട്രാഫിക് റെസ്ട്രിക്ഷൻ ഉണ്ടാക്കാൻ മതി. ബാക്കി ഡീറ്റെയിൽ പരിശോധന നമുക്ക് പ്രോപ്പർ റെയിൻഫോൾ കഴിഞ്ഞിട്ട് ഡ്രൈ പീരിയഡ് കിട്ടുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് ഇനിയും വൈകും. വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ പേരാമ്പ്ര കുറ്റ്യാടി ചുരം വഴി യാത്ര ചെയ്യണമെന്നാണ് നിർദ്ദേശം. താമരശ്ശേരി ചുരം ഉൾപ്പെടുന്ന വനമേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. കുറ്റ്യാടി ചുരത്തിൽ പക്രം തളത്തിന് സമീപം നേരിയ തോതിൽ മണ്ണിടിഞ്ഞു. കോഴിക്കോട് മലയോര മേഖലകളിലും കനത്ത മഴയാണ് പെയ്യുന്നത്. ചുരത്തിനോട് ചേർന്നുള്ള അടിവാരം പൊട്ടി കൈപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. തൊട്ടിൽപ്പാലം പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.